മധ്യപ്രദേശ് എന്നൊരു സ്ഥലത്ത് പേപ്പറിൽ കുട്ടികൾ ചോറുണ്ണുന്നു. കേരളത്തിൽ എവിടെയാണ് ചോറുണ്ണത്? ഞാൻ പറയാം, കേരളത്തിൽ മണ്ണ് വാരി തിന്നാറുണ്ട് കുട്ടികൾ ഇവിടെ കൈതമുക്കിന്ന്. ചോദിക്കട്ടെ, ദീപകണ്ണോട് ചോദിച്ചു ഒരു കേസുണ്ടോന്ന്. DRL എന്തുകൊണ്ടാണ് രാജിവെച്ചത്? ആനാവൂർ നാഗപ്പനോട് സഖാവെ ഇവിടെ താൽക്കാലിക വേക്കൻസി ഉണ്ട്, നിയമിക്കാൻ വേണ്ടി ജോലിയും കൂലിയും ഇല്ലാത്ത പാർട്ടി പണി ചെയ്തുകൊണ്ട് കിടക്കുന്ന സഖാക്കന്മാരുടെ പേരുണ്ടോ എന്ന് ചോദിച്ചു. കത്തന്മാരെ കുത്തിത്തിരിയതുകൊണ്ട് തകർന്ന് തരിപ്പണമായത്. ഈ ഒറ്റ പാർട്ടി പ്രവർത്തകരും ജോലിക്ക് പോവില്ല, ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനത്തിന് പോകും. പുല്ലുവെട്ട്. അതുകൊണ്ട് BJP ഇപ്പോൾ വച്ചിരിക്കുന്ന പ്രകടനപത്ര വാഗ്ദാനം എല്ലാം പൊള്ളത്തരമാണ്. 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ തരുമെന്ന് പറഞ്ഞ പോലത്തെ പൊള്ളത്തരമാണ്. പിന്നെ അങ്ങ് വയനാടിൻ്റെ കാര്യം പറഞ്ഞു. ദേശാഭിമാനിയും കൈരളിയും മാത്രം കാണുന്നതുകൊണ്ടാണ്, ദേശാഭിമാനി വായിക്കുകയും കൈരളി മാത്രം കാണുന്നത് കൊണ്ടാണ് വയനാട്ടിൽ പൈസ കൊടുത്തില്ല. ഇവിടെ ഒന്നും കിട്ടിയില്ലേ എന്ന് തിലക ഒരു സിനിമയിൽ വിളിക്കുമ്പോൾ വിളിച്ചായിരുന്നു പണം കിട്ടുകയില്ല. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. അങ്ങനെ മറ്റുള്ള മാധ്യമങ്ങളൊക്കെ കാണുകയും വായിക്കുകയും ചെയ്യുകയും സുപ്രീം കോടതിയിലൊക്കെ നടന്ന കേസുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഗൗരീശ വട്ടത്തൊക്കെ അവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഉള്ള ഡ്രൈനേജിലൊക്കെ ഉള്ള മാലിന്യം നമുക്കൊക്കെ അറിയാമല്ലോ. കഴിഞ്ഞ മഴ വന്ന സമയത്ത് അവിടെ അടുക്കളയിലും ബെഡ്റൂമിലും ഒക്കെ തന്നെ മാലിന്യം നിങ്ങൾ 45 വർഷം കൊണ്ട് ഭരിക്കില്ലേ, തടയാൻ സാധിച്ചോ? ഗൗരീശോട്ടത്തൊക്കെ ആ ഭാഗത്തൊക്കെ നിങ്ങളുടെ കൗൺസിലറല്ലേ ജയിച്ചത്? ഡെപ്യൂട്ടി മേയർ ആയിരുന്നല്ലോ. മഴവെള്ളം ഡെപ്യൂട്ടി മേയറുടെ വാർഡെന്ന് പറഞ്ഞുകൊണ്ട് മഴവെള്ളം കയറാതിരിക്കുമോ? ഞാൻ ചോദിച്ചോട്ടെ, ഈ കോർപ്പറേഷനിലെ ഇവിടെയുള്ള സ്നഗി ഉൾപ്പെടെയുള്ള ക്യാൻസർ ആശുപത്രിയിലെ വേസ്റ്റ് ഉൾപ്പെടെ തമിഴ്നാട്ടിൽ കൊണ്ട് തള്ളിയില്ലേ? അത് കോർപ്പറേഷൻ്റെ പരാജയമില്ലേ? താങ്കൾക്ക് ഒരു മര്യാദയ്ക്ക് ഒരു മൂത്രം ഒഴിക്കാൻ ഒരു മൂത്രപ്പരയിൽ 45 വർഷം കൊണ്ട് CPM ഭരിച്ചിട്ട് കോർപ്പറേഷൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ തന്നെ ഒരു മാനിഫെസ്റ്റോയെ സംബന്ധിച്ച് നോക്ക്. എന്തൊരു പൊള്ളത്തനമാണ് ഈ മാനിഫെസ്റ്റോയ്ക്കകത്ത് പറയുന്നത്. ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുമെന്നാണ് പറയുന്നത്. തലസ്ഥാനത്തുള്ള ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വിവരദോഷികളാണ്. നമ്മള് എന്ത് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞമ്മക്കും ചിലത് പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട. ദീപക് പറഞ്ഞു ഒളിമ്പിക്സ് ഇവിടെ. ദീപകെ, ഞങ്ങൾ ഒളിമ്പിക്സ് ഇവിടെ കൊണ്ടുവരുമെന്നല്ല പറഞ്ഞത്. ഒളിമ്പിക്സിൻ്റെ ഏതെങ്കിലും ഒരു ഇനം തിരുവനന്തപുരത്ത് കൊണ്ടുവരും. ഞങ്ങളത് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുള്ളത്, ഞങ്ങൾക്കത് പറയുവാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് ഞങ്ങൾക്കൊരു പ്രധാനമന്ത്രിയുണ്ട്. ജന്മത്തൊരു പ്രധാനമന്ത്രി ഉണ്ടാക്കാൻ പറ്റില്ലെന്നുള്ള വിശ്വാസക്കുറവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സ്വപ്നമായിട്ട് വേറെ നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക വകുപ്പെടുത്ത് മാറ്റുമെന്ന് പറഞ്ഞു. അയോധ്യ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ നിങ്ങളൊക്കെ തന്നെ ഇതുപോലെ കളിയാക്കിയിട്ടുണ്ട്. അത്രയും ഗൗരവത്തിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് ഉണ്ടാകുമെന്ന് പറയുന്നത്. ഞങ്ങളതൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് അസൂയ എന്താ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. BJPയുടെ ഗവൺമെന്റാണ് നഗരസഭയ്ക്ക് അവാർഡ് കൊടുത്തത്. ഇന്ത്യയിൽ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. ഏത് ഗവൺമെന്റ്? എവിടെ അവാർഡ്? തട്ടിക്കൂട്ട് അവാർഡ് എവിടെന്നെങ്കിലും CPM-ന്റെ ചിഹ്നം വെച്ച് അവാർഡ് വാങ്ങിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റ്. ഞാൻ ചോദിക്കട്ടെ, ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക സുഹൃത്തെ, കേന്ദ്ര ഗവൺമെന്റ് എന്തിനാ അവാർഡ് കൊടുത്തത്? ആരവാർഡ് കൊടുത്ത്? എന്താ അവാർഡ് കൊടുത്ത്? 45 വർഷമായിട്ട് മാലിന്യ സംസ്കരണം നടത്താൻ വേണ്ടിയിട്ട് 45 വർഷമായിട്ട് മാലിന്യ സംസ്കരണം നടത്താൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സംവിധാനമാണ് പറയുന്നത്. ബെസ്റ്റ്. കുറെ പേര് വന്നിട്ട് തിണ്ണമെടുക്കൊന്നും കാണിച്ചിട്ടൊന്നും ജനാധിപത്യം ആവില്ല. ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? തിരുവനന്തപുരത്തിന്റെ ജനത എന്ന് പറയുന്നത് കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ കോർപ്പറേഷൻ 45 വർഷക്കാലമായി ഈ കോർപ്പറേഷന്റെയും വികസനങ്ങൾ അനുഭവിച്ചവരാണ്, തൊട്ടറിഞ്ഞവരാണ്. ആ വികസനത്തിലൂടെ നടന്നു പോണവരെ നിങ്ങൾക്ക് എങ്ങനെ പറ്റിക്കാൻ കഴിയും? ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അങ്ങേ പോലുള്ള ഇത്തരത്തിലുള്ള ആത്മാർത്ഥമുള്ള സഖാക്കന്മാർ ഉണ്ട് എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഇപ്പോഴും നിലനിൽപ്പിന്റെ രഹസ്യം. ഞാൻ അങ്ങയുടെ ആത്മാർത്ഥയെ ബഹുമാനിക്കുന്നു. മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് ജനങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ 3ാമത്തെ തവണ ഞങ്ങളുടെ അധികാരത്തിൽ കേന്ദ്രത്തിൽ കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്നതിന് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദിയാണ് തിരുവനന്തപുരത്ത് നഗരത്തെ മുന്നോട്ട് നയിക്കുമെന്ന് പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കും. ശരി, നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. മധ്യപ്രദേശ് എന്നൊരു സ്ഥലത്ത് പേപ്പറിൽ കുട്ടികൾ ചോറുണ്ണുന്നു. കേരളത്തിൽ എവിടെയാണ് ചോറുണ്ണത്? ഞാൻ പറയാം, കേരളത്തിൽ മണ്ണ് വാരി തിന്നാറുണ്ട് കുട്ടികൾ ഇവിടെ കൈതമുക്കിന്ന്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഇനി തിരുവനന്തപുരത്ത് പറയുമ്പോഴേക്കും വടക്കേ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിട്ട് ഒരുപാട് കാലം നിങ്ങൾ മുന്നോട്ട് പോയി, ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യുവാൻ 45 വർഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച നിങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് ചർച്ച ചെയ്യുവാനുള്ള അന്തസ്സുണ്ടോ?
ഞാൻ ചോദിക്കട്ടെ, ദീപകണ്ഠനോട് ചോദിച്ചു ഒരു കേസുണ്ടോന്ന്. DRL എന്തുകൊണ്ടാണ് രാജിവെച്ചത്? ആനാവൂർ നാഗപ്പനോട് സഖാവെ ഇവിടെ താൽക്കാലിക വേക്കൻസി ഉണ്ട്, നിയമിക്കാൻ വേണ്ടി ജോലിയും കൂലിയും ഇല്ലാത്ത പാർട്ടി പണി ചെയ്തുകൊണ്ട് കിടക്കുന്ന സഖാക്കന്മാരുടെ പേരുണ്ടോ എന്ന് ചോദിച്ചു, കത്തെഴുതി. DRL അവസാനം സമ്മതിച്ചു. അങ്ങനെയല്ലേ DRL രാജിവെക്കേണ്ടി വന്നത്? ഞാൻ അപ്പൊ തട്ടിപ്പാണല്ലേ? നേതാക്കന്മാരെ കുത്തിത്തിരിയതുകൊണ്ട് തകർന്ന് തരിപ്പണമായത്. ഈ ഒറ്റ പാർട്ടി പ്രവർത്തകൻ ജോലിക്ക് പോകില്ല, ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനത്തിന് പോകും, പുല്ല് വെട്ടാൻ പോകില്ല, നായ പിടിക്കാൻ പോകില്ല, നഗരം വൃത്തിയാക്കിയില്ല. ഏതെങ്കിലും ഒരു സൂപ്രണ്ടോ കോർപ്പറേഷൻ സെക്രട്ടറി അവരോട് ജോലി ചെയ്യാൻ പറഞ്ഞാൽ പിറ്റേന്ന് ആ സെക്രട്ടറി കാസർഗോഡ് തെറിക്കും. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? ഇപ്പോ അനിലിനെ സംബന്ധിച്ച് രാജിവെച്ചെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല അനിൽ രാജിവെച്ച കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി രാജിവെച്ചില്ല. ഇപ്പോഴും DRL-ലാണ്. അല്ല, എനിക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോഴും DRL. അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.